സഹിച്ചിടാൻ ദുഷ്ടനോടെതിർത്ത് നിന്നിടാൻ നിൻ കൃപ എന്നിൽ പകരൂ. യേശുവേ, നിന്റെ സ്നേഹം എന്നെയും വീണ്ടെടുത്തു. യേശുവേ, നിൻ കരങ്ങളാ എന്നെയും വഴി നടത്തു. You have something to do from your part. You need to know that you are a sinner. You need to confess your sin. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, നിങ്ങൾ മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഒറ്റ വാക്യത്തിൽ തന്നെ മുഴുവൻ സുവിശേഷത്തിന്റെയും സത്ത അവിടെ വിശദമാക്കി കൊടുത്തപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവര് ചോദിക്കുകയല്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്നാനമേൽക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് സ്നാനപ്പെട്ടവർ ഓർക്കണം, എന്ത് ചെയ്യണം? ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടോണം. വേർപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേർപെടാൻ മനസ്സില്ലാത്തവൻ പോയി മുങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. വേർപാട് വളരെ, അതായത് വൺ ഓഫ് ദ ബേസിക് ഡോക്ട്രിൻസ് ഓഫ് ദി ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് മെസ്സേജ് ഫോർ ദ പീപ്പിൾ ഹു കെയിം ഫോർവേഡ് ഹിയറിംഗ് ദ ഗാസ്പൽ. ഓൾ ആദ്യത്തെ വിശ്വാസികൾക്കുള്ള ആദ്യത്തെ ദൂതാണ് എന്ത്? വേർപാട്. ഇന്നിപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് പറയത്തില്ല, ഇല്ലേ? ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സേവ് യുവർ സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ തന്നെ ആ വേർപാടിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. ദൈവം വേർപെടുത്തുമെന്നല്ല, നീ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് യശയ്യാപ്രവചനത്തിൽ പറയുന്നത്, വിട്ടുപോരുവിൻ, വിട്ടുപോരുക എന്നുള്ളത് ആളുടെ ചുമതലയാ, നമ്മുടെ ചുമതലയാ വിട്ടുപോരുക എന്ന് പറയുന്നത്. അപ്പൊ വേർപാടിന്റെ തീരുമാനം എടുക്കുന്നത് ആരാണ്? വ്യക്തികളാണ്. അല്ലാതെ കർത്താവ് നമ്മളെ വേർതിരിക്കുകയല്ല. വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളെ മോചിച്ച് അനുതപിക്കുന്ന ആരെയും, സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സകല ജലത്തിന്മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്നവർക്കെല്ലാം ഒന്നല്ല, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെയും രക്ഷിക്കപ്പെടും. അവർക്കാണ് ആത്മാവിനെ നൽകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതൊക്കെ 1-ാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ്. ഇതൊക്കെ ഇന്നുണ്ടാക്കിയതല്ല. ഈ 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനാണ്, പാട്ടിന് പോലും അല്ല. ഇന്ന് മിക്ക സഭകളിലും, ഞാൻ ആഫ്രിക്കയിലെ കാര്യം പറയുമ്പോൾ പറയും, 4 മണിക്കൂർ സഭായം ഉണ്ടെങ്കിൽ 3.25 മണിക്കൂർ പാട്ട്, 15 മിനിറ്റ് സ്വോത്ര കാഴ്ച, അത് കഴിയുമ്പോൾ എല്ലാവരും പിടിഞ്ഞു പോകും. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം എന്താണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അതാണ് 1-ാം നൂറ്റാണ്ടിലെ 1-ാം സഭയുടെ പാരമ്പര്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. അത്യാവശ്യമാണ്. അല്ലാതെ ഇന്നത്തെ എല്ലാം ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന സഭകളൊക്കെ ഉണ്ടല്ലോ. ഒരു കൊച്ചിനോട് ചോദിച്ചു, വൈ യു ആർ ഗോയിങ് ടു ദാറ്റ് ചർച്ച്? ബിക്കോസ് ദ സർവീസ് ഈസ് ഷോർട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ചോദ്യമില്ല, പറച്ചിലില്ല, ഒന്നുമില്ല. നീ വരിക, പാട്ട് പാടുക, പൊക്കോ. കൂട്ടായ്മ അത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടൊരു KFC കഴിക്കും. KFC കഴിക്കുന്നതല്ല കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദപുസ്തക പ്രകാരം കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ ആഫ്രിക്കയിലല്ല എവിടെയാണെങ്കിലും പറയാൻ പറ്റുന്ന ഉദാഹരണം, എന്റെ കയ്യിൽ ഒരു കൊതുക് വന്നു കഴിഞ്ഞാൽ ആ കൊതുകിനെ കൊല്ലാൻ ഞാനൊരു ഭിത്തിയെ കൊണ്ട് ഇടിക്കുമെന്നും അല്ലാണോ? എന്റെ കയ്യിലൊരു കൊതുക് വന്ന ഉടനെ തന്നെ ഞാൻ ഓടി ഭിത്തിയിലോട്ട് ഒറ്റ ഇടിയാണോ? അല്ലല്ലോ. എന്റെ മറ്റേ കൈ ഉടനെ തന്നെ ആ കൊതുകിനെ കൊല്ലും. അതാണ് കൂട്ടായ്മ. അത് മറ്റേ കയ്യിലല്ലേ, എന്റെ കയ്യിലല്ലല്ലോ കൊതുകിരിക്കുന്നതെന്ന് ഇപ്പോഴത്തെ കൈ പറയത്തില്ല. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ഒരേ രീതിയിൽ, ഒരു സ്പിരിറ്റിൽ, ഒരേ ആത്മാവിൽ പോകുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കാര്യം അതിന്റെ എല്ലാം ആത്യന്തികമായി അവർ ആ ദൈവ സാന്നിധ്യവും ദൈവ സംസർഗവും അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിൽ പത്രോസ് ഒരു പ്രസംഗിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ ഒരു രോഗസൗഖ്യം ഉണ്ടായി, മുടന്തൻ സൗഖ്യമായി. അത് കഴിഞ്ഞപ്പോഴും പ്രസംഗമാണ്. പ്രസംഗത്തിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത പ്രസംഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതാണ് അപ്പോസ്തോലിക സഭയുടെ ഏറ്റവും
വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു കോംപ്രമൈസും ഇല്ലാത്തതായ പ്രസംഗമായിരിക്കും. അതായത് സിംഗുലറിസം ഒന്നുമില്ല. എന്താ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത? അവിടെ പറയുന്ന കാര്യം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലും നമ്മളതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിന് പ്രസംഗിക്കാനൊരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പത്രോസ് അതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ. പാപത്തെക്കുറിച്ച്, രോഗസൗഖ്യമാണ് കിട്ടിയതെങ്കിലും പറഞ്ഞതെല്ലാം എന്താണ്? പാപത്തെക്കുറിച്ചാണ്. എന്നിട്ട് അടുത്ത അധ്യായം വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് 4-ാമത്തെ അധ്യായത്തിൽ പേഴ്സിക്യൂഷനാണ്. പേഴ്സിക്യൂഷൻ ഉണ്ടായപ്പോൾ ഒന്ന് മയപ്പെടുത്തുണ്ടായോ സന്ദേശമെന്ന് ചോദിച്ചാൽ അന്നേരം ഇത് മയപ്പെടുത്തുകയല്ല, ഇത് പിന്നെ അങ്ങ് കൂടിയങ്ങ്. പേഴ്സിക്യൂഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 12-ാം അധ്യായത്തിൽ പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി പറയണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതാണ് ആദിമസഭയുടെ സന്ദേശം. എല്ലാം ഒന്നാണെന്ന് പറയുന്നതല്ല ആദിമസഭയുടെ സന്ദേശം. എന്താണ്? എക്സ്ക്ലൂസിവിസമാണ് 1-ാം സഭയുടെ സന്ദേശം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഭയിലും പ്രശ്നമുണ്ട്, ഇൻക്ലൂഡിങ് ആത്മനിയന്ത്രിതമായ സഭയിലും അനന്യാസും സഫീറയും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ അനന്യാസും സഫീറയും ഉണ്ടായ ആ ഒരു കാല അളവ് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നതെന്നറിയാമോ? അങ്ങനെ സഭയിലൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും, ബ്രദറെ നമ്മുടെ സഭയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് സുവിശേഷം അറിയിക്കാനൊന്നും കഴിയത്തില്ലെന്ന്. അങ്ങനല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് അവർ കൈകാര്യം ചെയ്തു, പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നിന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ 10-ാം അധ്യായത്തിൽ സഫീറ അങ്ങോട്ട് മരിച്ച് അടക്കിയ സമയത്ത് തന്നെ സർവ്വസഭയ്ക്ക് ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ വലിയ അടയാളങ്ങളും അത്ഭുതം നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവിടെ അവരെന്താണ്? അവർ പിന്നെ ശുശ്രൂഷ പിന്നെയും നടത്തുകയാണ്. അല്ലാതെ ശുശ്രൂഷയിൽ നിന്ന് അവര് മാറി നിൽക്കുകയല്ല. പിന്നീട് നമ്മൾ കാണുന്നത് കൂടുതൽ ശുശ്രൂഷ. പക്ഷെ കൂടുതൽ ശുശ്രൂഷ വന്നപ്പോൾ കൂടുതൽ പീഡനം. ശുശ്രൂഷ ഇല്ലെങ്കിൽ ഒരു പീഡനം ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ പറയും, ബ്രദറെ നമ്മൾ അങ്ങനെ വലിയ നമുക്ക് കൂടി വന്ന് ആരാധിച്ച്, അല്ലേ? ചിലരുടെ ചിന്ത അതാണ് ക്രിസ്തീയത എന്നുള്ളതാണ്. ക്രിസ്തീയതയിൽ ആരാധന ഒരു കാരണവശാലും വില കുറച്ച് കാണിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കും. നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ ഞാൻ ആളുകളോട് ചോദിക്കും, എന്തിനു വേണ്ടിയാണ്? ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ഏതാ? സ്വർഗമാ? അതിന് വല്ല സംശയമുണ്ടോ? ഭൂമി ഒന്നുമല്ല നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ഏതാ? സ്വർഗമാ. എന്നിട്ട് ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, ഈ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ വല്ല കാറ് പിടിച്ചങ്ങ് മരിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിരുന്നില്ല അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. പിറ്റേ ദിവസമാണെങ്കിൽ നമുക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. എന്നാലും രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ അങ്ങ് വല്ല കാറ് പിടിച്ച് സ്വർഗത്തിൽ പോയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. എന്നിട്ടും എന്തിനാ ദൈവം നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നത്? അപ്പൊ പലർക്കും പല ഉത്തരവുണ്ട്. അത് ബ്രദറെ, നമ്മളെ കർത്താവ് ആരാധിക്കുവാൻ വേണ്ടി ഇവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആരാധിക്കാനാണെങ്കിൽ ഇത്രയും നല്ല ഇതിനേക്കാളും നന്നായിട്ട് ഇവിടെ ആരാധിക്കാം, സ്വർഗത്തിൽ ആരാധിക്കാം. പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്? ഇല്ലേ? നമ്മൾ പാട്ടുകളെ പാടി, പാട്ട് അവിടെ മുഴുവൻ പാട്ടല്ലേ? നമ്മളെന്താ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ പിന്നെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നത്? There are something that you cannot do in heaven, but you can do here. സ്വർഗത്തിൽ ചെയ്യാൻ കഴിയാത്തതും ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ ആർക്കും ട്രാക്ട് കൊടുക്കാൻ പറ്റുകയില്ല. സ്വർഗത്തിൽ പ്രസംഗം പോലും ഇല്ല. സ്വർഗത്തിൽ ആരോട് സുവിശേഷം പറയേണ്ട കാര്യം ഇല്ല. സ്വർഗത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്വർഗത്തിൽ പോയി രോഗികളെ സന്ദർശിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഇതൊന്നും സ്വർഗത്തിൽ ചെന്നാൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ട്രാക്ട് കൊടുക്കണം, ഇവിടെ സുവിശേഷം പറയണം, ഇവിടെ ആളുകളെ കർത്താവിലേക്ക് നയിക്കണം, കർത്താവിന്റെ സാക്ഷിയാകണം. ഇവിടെ നമുക്ക് രോഗികളുടെ അടുത്ത് ചെല്ലണം, അവരെ സന്ദർശിക്കണം, തടവിലുള്ളവരുടെ അടുത്ത് നമ്മൾ പോയി അവരെ കാണണം, അവരോട് സുവിശേഷം അറിയിക്കണം. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് നമുക്ക് ചെയ്യാൻ കഴിയാത്തതും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തോണം ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ആരാധിച്ച് മാത്രം ഇരുന്നാൽ പോരാ. സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. ആദിമസഭയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ അവരാദ്യം ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പക്ഷേ അന്ന് തൊട്ട് അവർ പ്രഘോഷണം ഇല്ലാതെയാക്കിയില്ല. അന്ന് തൊട്ടേ പ്രഘോഷണം തുടങ്ങി. ആദ്യം 3000 പേര് വന്നു. പീഡനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നതെന്നറിയാമോ? പീഡനം വന്നപ്പോൾ അൺകോംപ്രമൈസിംഗ് ആയിട്ട് അവര്
പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങിയെന്നാ നമ്മൾ കാണുന്നത്. അവര് പ്രസംഗിച്ച്, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് എപ്പോഴും കടക്കുന്നില്ല. ഒടുവിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചവരുടെ എണ്ണം 5000-ഓളം ആയിരുന്നു. നേരത്തെ 3000 ആയിരുന്നു, പിന്നെ 5000 ആയി. അപ്പൊ പീഡനം എന്ത് ചെയ്തിട്ടില്ല? സഭയെ തകർത്ത് കളഞ്ഞില്ല. അവര് അൺകോംപ്രമൈസിംഗ് ആയിട്ട് പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ അവരെ പിന്നെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അവരെ കൊന്നുകളയണമെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അവരെ ഒടുക്കിക്കളയാൻ ആഗ്രഹിച്ചു. അന്നേരം അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് ഗമാലിയേൽ. അങ്ങനെ ഗമാലിയേൽ അവർക്ക് വേണ്ടി നിന്ന്, അതാ ഞാൻ പറഞ്ഞത്, സുവിശേഷ വിരോധികൾ കൊല്ലാൻ വന്നാലും ചിലപ്പം സുവിശേഷ വിരോധികളുടെ ഇടയ്ക്ക് നിന്ന് ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ദൈവം നിശ്ചയിച്ച സമയത്തല്ലാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തല്ലാനും കൊല്ലാനും ഒന്നും ദൈവം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് ഇളകി മറിഞ്ഞു വന്നാലും ദൈവം സഹായിക്കാതെ, ദൈവം അനുവദിക്കാതെ അവർ നമ്മളെ തൊടത്തില്ല. ഇനി ദൈവം അനുവദിച്ചാൽ വലിയ ലോകമൊന്നും ഇളകി വരണ്ട. ഇപ്പം എന്നോട് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ച സമയത്ത് ഞാൻ ഒറീസയ്ക്ക് പോകുന്നുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം അന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, സാജു ഇപ്രാവശ്യം പോകുമ്പം ഒറീസയ്ക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അയ്യോ ഇപ്പൊ പോകണോ? ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? അല്ല അവിടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ബുദ്ധിയോടെ ഇടപെടണ്ടേ ബ്രദറെ, നമ്മൾ ബുദ്ധിയോടെ ഇടപെടണ്ടേ. ഞാൻ പറഞ്ഞു ബുദ്ധിയോടെ ഇടപെടണം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ആ പോക്കങ്ങ് ഒഴിവാക്കുന്നതല്ലേ, നമ്മൾ ജീവൻ തന്നെ അപകടത്തിലാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ജീവൻ അപകടത്തിലാകാൻ ഒറീസായി പോകണം നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ ഇരുന്നാലും ഇടി വെട്ടി വേണമെങ്കിലും ചാവും. ഏതാണെങ്കിലും ഇടി വെട്ടി ചാകുന്നതിനേക്കാളും നല്ലതാ അവിടെ പോയി കർത്താവിന് വേണ്ടി മരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഈ ജീവനൊന്നും ഈ സുവിശേഷം പറഞ്ഞു, ചിലപ്പോൾ ആളുകൾ പറയും ബ്രദറെ അവിടെ പോയ അപകടമാ, ഇവിടെ പോയ അപകടമാ. ഞാൻ പോയ മിക്ക സ്ഥലങ്ങളും അപകടമുള്ള സ്ഥലങ്ങളാണ്, അല്ലേ? ഞാൻ പോകുന്ന പല സ്ഥലങ്ങളും ഇപ്പൊ പോകുന്നതും തിരിച്ചു വരാമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോകുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്നെ ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുവിശേഷ വിരോധിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു രോഗത്തിനും എന്നെ കൊല്ലാൻ പറ്റില്ല. ഇനി ഞാൻ മരിക്കുമ്പോൾ മരിച്ചോട്ടെ, എനിക്ക് അതിനകത്ത് പ്രയാസമൊന്നുമില്ല, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇനി ഞാനങ്ങ് സൂക്ഷിച്ച് ഒന്നൊരു ഇടപെടാതെ ഇങ്ങോട്ട് മാറി നിന്നാൽ എന്താ ഞാൻ ജീവിക്കാൻ പോകുന്നു? എനിക്ക് ആഫ്രിക്കയെ വെച്ചൊക്കെ ഒത്തിരി അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും മരണകരമായ അസുഖങ്ങളിലൂടെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ അവിടെ ഉണ്ടായാലേ പറ്റുമെന്ന് ഉണ്ട്. ഇവിടെ ഉള്ളവരാരും എന്നെ ചാകാതിരിക്കുകയാണോ, അസുഖം വരാതിരിക്കുകയാണോ? എറണാകുളത്ത് ഇത്രയും ആശുപത്രികളുടെ ഇടയ്ക്ക് കിടന്ന് എത്ര എണ്ണം ചാകുന്നു. അപ്പം ഞാൻ ചെന്ന പല സ്ഥലങ്ങളിലും ആശുപത്രിയില്ല, മരുന്നില്ല, ഫാർമസിയില്ല. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പെയിൻ കില്ലറിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും വേണ്ട, മരിക്കുന്നതൊക്കെ പോട്ടെ, ഒരു പെയിൻ കില്ലർ അതുപോലെ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. ഒരു പെയിൻ കില്ലർ, ഇവിടെങ്ങാണ് ഒരു പെയിൻ കില്ലർ കിട്ടുമെന്ന് ചോദിച്ചപ്പം പൗളോസ് പറഞ്ഞത് ഇവിടെ ആകപ്പാടെ കിട്ടുന്ന മരുന്ന് ഈ ഓതി കൊടുക്കുന്ന മന്ത്രവാദിയുടെ മരുന്ന്, അതാ അവിടെ ആകപ്പാടെ കിട്ടുന്നത്. ഞാൻ 150 കിലോമീറ്റർ വനത്തിനകത്താണ്. ഒരു പെയിൻ കില്ലർ അതുപോലും ഇല്ലാത്ത സ്ഥലത്തൂടെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉള്ള സ്ഥലത്ത് നിന്നാലും മരിക്കണമെങ്കിൽ മരിക്കും, അല്ലേ? അതിനകത്ത് യാതൊരു കാര്യമില്ല. ഒന്നിൽ അവിടെ കിടന്ന് മരിക്കല്ലേ, ഇവിടെ കിടന്ന് മരിക്കും. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല. അത് പൗലോസ് പറയുന്ന പോലെ പറയാൻ നമുക്ക് കഴിയണം. എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. നമ്മൾ പഠിച്ചു അങ്ങോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അഗബോസ് എന്ന പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പൗലോസിന്റെ അരക്കച്ച എടുത്ത് കെട്ടിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ ചെല്ലുമ്പോൾ ബന്ധിക്കും. അപ്പൊ എല്ലാവരും പറഞ്ഞു, അയ്യോ പൗലോസേ പോകരുതേ, അവിടെ ചെന്നാ ബന്ധിക്കും. അഗബോസ് ഒരു പ്രവാചകനാണ് എന്ന് തന്നെയല്ല, ഇങ്ങനെ നേരത്തെ ഒരു പ്രവചനം പ്രവചിച്ചു, എന്തുവാ ക്ഷാമം വരുമെന്ന്. അത് നടക്കുകയും ചെയ്തു. അത് ഇപ്പം പ്രവചനം പ്രവചിക്കുകയും ചെയ്ത് നടക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അഗബോസ് പറഞ്ഞാൽ അച്ചട്ട, അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്യരുത്, പോകരുത്. പൗലോസ് പറഞ്ഞില്ല ഓ അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല, എനിക്ക് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞെന്നറിയാം, ചിലപ്പോൾ ബന്ധിക്കുമായിരിക്കും. ഞാൻ ബന്ധിക്കാൻ മാത്രമല്ല മരിക്കാനും തയ്യാറായിട്ടാണ് യെരുശലേമിലേക്ക് ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇതാണ് പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം വന്നങ്ങ് പേടിയാ മനുഷ്യന്, എന്തോ വന്നാലും പേടി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ വിശ്വാസികൾ തന്നെ വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ അയക്കുന്നത് മുഴുവൻ ഹെൽത്ത് ടിപ്സാ. പണ്ടൊക്കെ പ്രൈസ് ദി ലോർഡെന്നും നമ്മളെ കർത്താവ് വരുന്നെന്നൊക്കെ പറഞ്ഞത് മുഴുവൻ ഇപ്പം ഹെൽത്ത് ടിപ്സേ ഉള്ളൂ. എന്റെ ദൈവമേ, എവിടുന്നൊക്കെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. വലിയ സുവിശേഷകർ പോലും ഇന്ന് അയച്ചു വരുന്നത് മുഴുവൻ എങ്ങനെ ആരോഗ്യം സൂക്ഷിക്കാം,
90 വയസ്സ് വരെ എങ്ങനെ ജീവിക്കാം? എന്തിനാ ഈ 90 വയസ്സ് വരെ ജീവിക്കുന്നത്? എനിക്കതാ മനസ്സിലാകാത്തത്. കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച ജീവിതം മനമര്യാദയ്ക്ക് ജീവിക്കണം എന്ന്, അതിനൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവൻ ആരുടെ കയ്യിലാണ്? കർത്താവിന്റെ കയ്യിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗമാലിയേൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒടുവിൽ ഇവന്മാരെ എന്ത് ചെയ്യുന്നറിയാം? അടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഒരടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരും, ഇതൊക്കെയാണ് ഇവരുടെ ചിന്ത. 2 അടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പിന്നൊന്നും പറയത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ്. കർത്തൻ നാമം എത്രയോ ശ്രേഷ്ഠം, കർത്തൻ കൃപകൾ എത്ര വലിയത്, സ്വർഗമഹിമ വെടിഞ്ഞേകി വന്നു യാഗമായി ക്രൂശിൽ എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം എന്നെയും വീണ്ടെടുത്തു. യേശുവേ നിൻ കരങ്ങളാൽ എന്നെയും വഴി നടത്തൂ. കടമാം വഴികളിൽ ഞാൻ പതറാതെ യാത്ര ചെയ്തിടാൻ, ശക്തിയോടെ മുന്നേറിടുവാൻ നിൻ ശക്തി എന്നിൽ പകരൂ. യേശുവേ നിന്റെ സ്നേഹം എന്നെയും വീണ്ടെടുത്തു. യേശുവേ നിൻ കരങ്ങളാൽ എന്നെയും വഴി നടത്തൂ. നിറഞ്ഞ ഈ ലോകേ കഷ്ടങ്ങൾ എല്ലാം സഹിച്ചിടാൻ, ദുഷ്ടനോടെതിർത്ത് നിന്നിടാൻ നിൻ കൃപ എന്നിൽ പകരൂ. യേശുവേ നിന്റെ സ്നേഹം എന്നെയും വീണ്ടെടുത്തു. യേശുവേ നിൻ കരങ്ങളാൽ എന്നെ